നമസ്കാരം. അഗോര വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ അറിയാൻ പോകുന്നത് ഒരു 50 വർഷങ്ങൾക്ക് ശേഷം രൂപം കൊള്ളുന്ന 4 ഗ്രഹങ്ങൾ അഥവാ ചതുർഗ്രഹയോഗം. ഈ ചതുർഗ്രഹയോഗം കൊണ്ട് നേരത്തെ പറഞ്ഞു 50 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു യോഗം രൂപം കൊള്ളുന്നത്. അത് 12 രാശിക്കാരിലും പല വിധത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഫലമായിട്ട് വരും. നമുക്കറിയാം, ഒരു ഗ്രഹം ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുമ്പോഴും ഒക്കെ അത് മറ്റൊരാൾക്ക് ഗുണവും മറ്റൊരാൾക്ക് ദോഷവുമായിട്ട് വരാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ 12 രാശിക്കാരിലും, അതായത് 27 നക്ഷത്രം വരുന്ന 12 രാശിക്കാരിലും ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കാൻ ഈ യോഗത്തിന് കഴിയും. കാരണം നേരത്തെ പറഞ്ഞ മാതിരി 50 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു യോഗം രൂപം കൊള്ളുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു യോഗം വരുമ്പോൾ അതിൻ്റെതായ വിശേഷതകളും ഈ യോഗത്തിനുണ്ട്. കാരണം പലതും നഷ്ടപ്പെട്ടു പോയ പലതും, അതായത് പണം, അത് നമ്മുടെ കയ്യിലെത്താതെ പോയ പല കാര്യങ്ങളും, ആഗ്രഹിച്ച പലതും ഈ ഒരു യോഗത്തിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത് ഏത് ആഗ്രഹമാണെങ്കിൽ പോലും അത് സാധിക്കുന്ന ഒരു സമയമായിരിക്കും ചതുർഗ്രഹ യോഗത്തിന്റെ ഫലമായിട്ട് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. അതിൽ പറയുന്ന 3 രാശിക്കാർക്കാണ് ഈ ഫലം കൂടുതലായിട്ട് അനുഭവത്തിൽ വരിക. അത് ഏത് രാശിയാണെന്നും ആ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായിട്ട് സ്ഥിരമായി പറയുന്ന പോലെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എല്ലാ കറുത്ത വാവിന്, അതായത് എല്ലാ മാസത്തിലെ അമാവാസിക്ക് നമ്മളുടെ ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങളെ ഈ പൂജയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതിന്റെ ഫലമായിട്ട് നിങ്ങളുടെ സർവ്വദോഷങ്ങളും അകന്നകന്ന് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരാൻ ഭഗവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. ഡിസംബർ മാസത്തിൽ സൂര്യനും ബുധനും ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നതോട് കൂടിയിട്ട് ചതുർഗ്രഹ യോഗത്തിന്റെ ആരംഭമായി. മാത്രമല്ല, ചൊവ്വയും ശുക്രനും ചിങ്ങം രാശിയിലേക്കും പ്രവേശിക്കും. ഇതോട് കൂടിയിട്ട് 12 രാശിക്കാരിലും വളരെയധികം മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. ജീവിത നിലവാരത്തിൽ താഴ്ന്നും ഉയർന്നും നിൽക്കുന്ന നക്ഷത്രക്കാരുണ്ടായിരിക്കും. അതിൽ നിന്നും ചില രാശിക്കാര്, 3 രാശിക്കാര് ഈ ഒരു ചതുർഗ്രഹത്തിന്റെ യോഗഫലമായിട്ട് ഏറ്റവും ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ ഉള്ളവരാണ്. ആ രാശിക്കാര് ആരാണെന്നും ആ രാശിയിൽ വരുന്ന നക്ഷത്രക്കാര് ഏതൊക്കെയാണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ ഇപ്പൊ അറിയാം. അതായത് ആദ്യത്തെ രാശി മീനം രാശിയാണ്. ചതുർഗ്രഹ യോഗത്തിന്റെ ഫലമായിട്ട് മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതിയുടെ കാൽഭാഗം, അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ചേർന്ന മീനക്കൂറുകാർക്കാണ് ഈ ഒരു ചതുർഗ്രഹ യോഗത്തിന്റെ ഫലമായിട്ട് കുടുംബ സ്വത്ത് ലഭിക്കാനുള്ളവർക്ക്, എല്ലാവർക്കും ഉണ്ടാവില്ല, പക്ഷെ അത് ലഭിക്കാനുള്ളവർക്ക് അത് അവരുടെ കൈകളിൽ എത്തും എന്നുള്ളതാണ്. വർഷങ്ങളായി നിങ്ങൾ കൊടുത്ത പണം, ആൾക്കാർക്ക് കടമായി കൊടുത്തതും സഹായിച്ചതുമായ പണം ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ ആൾക്കാർക്ക് അത് ലഭിക്കാൻ ഇടവരും ചതുർഗ്രഹ യോഗത്തിന്റെ ഫലമായിട്ട്. കാരണം അവർക്ക് പോലും അത് നിങ്ങൾക്ക് തരേണ്ടി വരും. ആ ഒരവസ്ഥയിൽ അവരും എത്തിയിരിക്കും. അപ്പൊ ചതുർഗ്രഹ യോഗത്തിന്റെ ഫലമായിട്ട് വർഷങ്ങളോളം നിങ്ങളെ പണം മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, അത് തരാത്തവരുണ്ടെങ്കിൽ ആ പണം നിങ്ങളുടെ കൈകളിൽ എത്തുന്ന ഒരു സമയമായിരിക്കും മീനം രാശിക്കാർക്ക് അനുഭവത്തിൽ വരാൻ പോകുന്നത്. മാത്രമല്ല, ഇവരുടെ ജീവിതത്തിൽ ഉയർച്ചകളും, വളരെയധികം ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ചതുർഗ്രഹ യോഗത്തിന്റെ ഫലമായിട്ട് ലഭിക്കുക. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ വിദേശയാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടായി വരുന്നതാണ്. നാനാവിധത്തിലുള്ള സമ്പാദനങ്ങൾ ഇവരുടെ കൈകളിലെത്തും. സമ്പാദിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും.
പണം ഇവരുടെ കൈകളിൽ എത്തുന്ന വഴി പോലും ഇവർക്ക് അറിയാതെ വരും. കാരണം അത്ര ഗുണാനുഭവങ്ങൾ നൽകുന്ന ഒരു യോഗമാണ് ചതുർഗ്രഹ യോഗം. ഈ 4 ഗ്രഹങ്ങൾ പല രീതിയിൽ മാറുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പല ഗുണാനുഭവങ്ങളും ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നതാണ്. ഏറ്റവും ഗുണങ്ങൾ അനുഭവിക്കാൻ ഇടവരും എന്നുള്ളതിൽ തീർച്ച തന്നെയാണ്. ഈ മീനൻ രാശിക്കാർക്ക് എല്ലാവിധ ചതുർഗ്രഹത്തിന്റെ ഗുണമായിട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ ചൊരിമാറാകട്ടെ. ഓം നമഃ ശിവായ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത രാശിയിലേക്ക് പോകാം. അടുത്ത രാശി ധനു ആണ്. ധനു രാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ചതുർഗ്രഹ യോഗത്തിന്റെ ഫലമായിട്ട് സ്വന്തം ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി കാണാൻ കഴിയുന്നത് സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ്. ദീർഘകാലമായി മനസ്സമാധാനം ഇല്ലാതെ കഴിയുന്നവർക്ക് ഒരു സമാധാനം വന്നു ചേരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. എന്തെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണല്ലോ നമുക്കൊരു സമാധാനം ഉണ്ടാവുക. കടങ്ങളെല്ലാം തീർന്ന് സ്വസ്ഥതയും സമാധാനവും വരുന്ന ഒരു സമയമായിരിക്കും ധനുരാശിക്കാർക്ക് അനുഭവത്തിൽ വരിക. കാരണം ബാങ്കിൽ ലോൺ എടുത്തിട്ട് അത് ജപ്തി നടപടിയൊക്കെ സ്വീകരിക്കുന്നവർക്ക് അത് ഏതെങ്കിലും ഒരു വഴിയിലൂടെ അത് അടച്ചു തീർക്കാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയായിരിക്കും നിങ്ങൾ കടന്നു പോകുക. സന്തോഷവും സമാധാനവും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങൾക്ക് പൂർവിക സ്വത്ത് ലഭിക്കാനുള്ളവർക്ക് അത് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. മുടങ്ങിക്കിടക്കുന്ന വീട് പണികളെല്ലാം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമായിരിക്കും ഈ ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ പുതിയ വീടുകളെല്ലാം വാങ്ങിക്കാനോ അല്ലെങ്കിൽ പുതിയ വീട് നിർമ്മിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. ദീർഘകാലങ്ങളായി ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന ധനുരാശിക്കാർക്ക് ആഗ്രഹ സഫലീകരണം ഉണ്ടാകും. അത് ഏത് ആഗ്രഹം എന്നില്ല, ഏത് ആഗ്രഹമായാലും ഈ ചതുർഗ്രഹ യോഗത്തിന്റെ ഫലമായിട്ട് നിങ്ങൾക്കത് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ ചതുർഗ്രഹ യോഗത്തിന്റെ ഫലമായി 4 ഗ്രഹങ്ങൾ ചേരുമ്പോൾ ഈ ധനുരാശിക്കാർക്ക് അത് ഏറ്റവും ഗുണങ്ങൾ ലഭിക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. സൂര്യന്റെയും ബുധന്റെയും ധനുരാശിയിലേക്കുള്ള വരവും അതോടുകൂടി തിരിച്ച് വക്രഗതിയിൽ ശുക്രനും ചൊവ്വയും ചിങ്ങം രാശിയിലേക്ക് പോകുന്നതോടുകൂടിയിട്ട് ഈ പറയുന്ന നക്ഷത്രക്കാർക്കെല്ലാം ജീവിതത്തിൽ ഗുണങ്ങൾ ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിങ്ങൾ നോക്കി വെച്ചോളൂ, ശ്രദ്ധിച്ചോളൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. ചിലർക്ക് വലിയ മാറ്റങ്ങളും ചിലർക്ക് ചെറിയ മാറ്റങ്ങളും ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മുടെ ജാതകത്തിലെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും പൂർണ്ണഫലം ഉണ്ടാവുക. ഇത് പൊതുവെ ഉള്ള ഫലമാണ് പറയുന്നത്. എല്ലാവരുടെയും ജാതകത്തിൽ ഈ പറയുന്ന ഗ്രഹങ്ങളൊന്നും ഒരേ സ്ഥാനത്തായിരിക്കില്ല നിൽക്കുക. പല രാശികളിലായിരിക്കും നിൽക്കുക. അതിൻ്റെതായ വ്യത്യാസങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാം. എങ്കിൽ പോലും ഒരു പരിധി വരെ എല്ലാവർക്കും ഈ ഗുണം ലഭിക്കും എന്നുള്ളതിൽ തർക്കമില്ല. എന്തായാലും ധനുരാശിക്കാർക്ക് എല്ലാവിധ ശുഭാനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാൻ ഭഗവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമഃ ശിവായ. അടുത്തായിട്ട് മേടം രാശിയാണ്. മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ചതുർഗ്രഹ യോഗത്തിന്റെ ഫലമായിട്ട് 9ാം ഭാവത്തിൽ രൂപം കൊള്ളുന്ന ഈ ചതുർഗ്രഹ യോഗം ഭാഗ്യവന്മാരാക്കുമെന്ന് തന്നെ പറയാം. ഇവരുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യം ഇവരെ തേടിയെത്തും. അത് ഏതെങ്കിലും തരത്തിൽ ഒരു ഭാഗ്യം ഇവരെ തേടിയെത്തും. ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും എന്നാണ് പറയുന്നത്. ഇവരുടെ ബിസിനസ് ചെയ്യുന്നവർക്ക് അതൊരു ഉയർച്ചയിലെത്താൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും. അതുപോലെ തന്നെ ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഇവർക്ക് അനുകൂലമായ നടപടികൾ ഉണ്ടാകും. കോടതി വ്യവഹാരം നടക്കുന്നവർക്കൊക്കെ അനുകൂലമായി വരുന്നതായിരിക്കും കേസ്. ഇവരുടെ ഭാഗത്തേക്ക് അനുകൂലമായി എത്തുന്ന സമയമായിരിക്കും ചതുർഗ്രഹ യോഗത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും എന്ന് തന്നെ പറയാം. ദിവസവും ഇവരുടെ ജീവിതം വളരെയധികം കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞതാണെങ്കിൽ നാനാവിധ കടങ്ങൾ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ പോലും അതിൽ നിന്നും എല്ലാം ഇവർക്ക് ഒരു മോചനം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ചതുർഗ്രഹ യോഗത്തിന്റെ ഫലമായിട്ട് ഇവർ അനുഭവിക്കാൻ പോകുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു സമയത്തിലൂടെയായിരിക്കും ഇവർ കടന്നു പോകുക. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം നക്ഷത്രക്കാർക്ക് ഈ ചതുർഗ്രഹ യോഗത്തിന്റെ ഫലമായിട്ട് ധനസമ്പാദനം വന്നു ചേരും.
ധനം എങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിൽ വന്നെത്തുന്ന ഒരു സമയമായിരിക്കും. വിദേശ യാത്ര ഇവർക്ക് അനുകൂലമായിരിക്കും. ഉപരിപഠനത്തിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക്. അതുപോലെ തന്നെ പഠിച്ചതെല്ലാം ഓർമ്മയിൽ നിൽക്കാനും സന്തോഷവും സമാധാനവും കളിയാടാനും ഉള്ള ഒരു സമയമായിരിക്കും ഈ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുന്നത്. എന്തായാലും ഇവരുടെ ജീവിതം ഒരു സന്തോഷവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെയായിരിക്കും ചതുർഗ്രഹ യോഗത്തിന്റെ ഫലമായിട്ട് അനുഭവത്തിൽ വരിക. എന്തായാലും മേടം രാശിക്കാർക്ക് എല്ലാവിധ ശുഭാനുഭവങ്ങളും ഭഗവാൻ ചൊരിമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമഃ ശിവായ. ഈ ഒരു ചെറിയ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയിൽ പുതിയ അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതിനു മുന്നേ എന്നും പറയുന്നത് പോലെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ കമന്റും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.